ഒഫ്താല്ല ഒരു മെയിൻ ടോപ്പിക്കാണ് റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ. ഇത് കുഹാസിൽ 2024-23 ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എസ് ആയിട്ട് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി നമുക്ക് ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിച്ചാൽ നമുക്ക് ഹെഡിങ് ആയിട്ട് എഴുതാം. ആദ്യം തന്നെ ഡെഫിനേഷൻ എന്താ ഇത്? റെറ്റിനൈറ്റിസ്. അപ്പോൾ റെറ്റിനയിൽ ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, റെറ്റിനൽ ഡീജനറേഷൻ ആണ്, ഹെറിഡിറ്ററി റെറ്റിനൽ ഡീജനറേഷൻ. റെറ്റിന ഡീജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. റെറ്റിനയിൽ റോഡ്സും കോൺസും. റോഡ്സ് ആയിരിക്കും കൂടുതൽ. ഓക്കെ, റോഡ്സും കോൺസും. ഇനി ഹെറിഡിറ്ററി ആണെന്ന് പറഞ്ഞു. ഇൻഹെറിറ്റൻസ് എങ്ങനെയാ? 3 എഴുതിക്കോ. ഓട്ടോസോമൽ ഡോമിനന്റ്, ഓട്ടോസോമൽ റെസസീവ്, എക്സ് ലിങ്ക്ഡ് റെസസീവ്. ഇതിനകത്ത് ഡോമിനന്റ് ആണ് പാവം, അവൻ മൈൽഡസ്റ്റ്, ലെസ് സിവിയർ ആണ്. എക്സ് ലിങ്ക്ഡ് റിസസീവ് ആണ് വില്ലൻ, മോർ സിവിയർ ആണ്. ഇനി എപ്പിഡമിയോളജി എന്ന് പറയുമ്പോൾ മെയിൽസ് ഗ്രേറ്റർ ദാൻ ഫീമെയിൽ ആണ്. പിന്നെ ചൈൽഡ്ഹുഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചൈൽഡ്ഹുഡിൽ സ്റ്റാർട്ട് ചെയ്ത് വലുതായി വരുമ്പോൾ അവസാനം ബ്ലൈൻഡ് ആവും. ഇതൊരു സിനിമയ്ക്കകത്തൊക്കെ കാണിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി. പത്തോജെനിസിസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഡീജനറേഷൻ ആണ്. ഡെത്ത് ഓഫ് റോഡ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് വരും. അത് കഴിഞ്ഞിട്ട് കോൺ ഇൻവോൾവ് ആവും. എല്ലാം കിട്ടിയേ. എന്തൊക്കെയാ? ഹെറിഡിറ്ററി ആണ്, റോഡ്, കോൺ പോകും, മെയിൽ ഗ്രേറ്റർ ദാൻ ഫീമെയിൽ, ചൈൽഡ്ഹുഡിൽ തുടങ്ങും, അവസാനം ആകുമ്പോൾ കംപ്ലീറ്റ് ബ്ലൈൻഡ് ആവും. ഇൻഹെറിറ്റൻസ് 3. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഓക്കെ, ഞാൻ പറഞ്ഞു റോഡ് ഡീജനറേറ്റ് ആവുന്നത്. റോഡിന്റെ ഫംഗ്ഷൻ എന്താ? അപ്പം അത് പോയാൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഏർലിയസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ആണ്. ഇനി ഡാർക്ക് അഡാപ്റ്റേഷൻ്റെ ത്രഷോൾഡ് കൂടും. ട്യൂബുലർ വിഷൻ ആവും. ട്യൂബുലർ വിഷൻ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ആള് ഇത്രയും ഫീൽഡ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുക. അയാൾ ഇങ്ങനെ ഇത് മാത്രമേ കാണത്തുള്ളൂ, ബാക്കി ഇത്രയൊക്കെ പോയി. ഒരു ട്യൂബിൽ ഒരു കുഴലിൽ നോക്കുന്ന പോലെ ഇരിക്കും. അതാണ് ട്യൂബുലർ വിഷൻ. അത് അവസാനമാകുമ്പോൾ ട്യൂബുലർ വിഷൻ ആവും. ലാസ്റ്റ് ഒരു സെൻട്രൽ വിഷൻ മാത്രമേ കാണത്തുള്ളൂ. കുറച്ചും കൂടെ കഴിയുമ്പോൾ ആ സെൻട്രൽ വിഷനും പോവാം, നടുക്കിരിക്കുന്ന ആ വിഷനും കൂടെ പോവും. ചില ആൾക്കാരിൽ ഫ്ലാഷസ് ഓഫ് ലൈറ്റ്, ഒരുമാതിരി ഇടിമിന്നൽ അടിക്കുന്ന പോലെ ഫ്ലാഷസ് ഓഫ് ലൈറ്റും തോന്നിക്കാം. ഇനി ഫണ്ടസ് നമുക്ക് ഫണ്ടസിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് തന്നെ പഠിക്കാം. റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ എന്നാ പേര്. അപ്പോൾ കുറച്ച് പിഗ്മെന്റ്സ് എന്തായാലും കാണുമല്ലോ. അപ്പോൾ ഫണ്ടസിൽ ബോൺ സ്പിക്യൂളിലേക്ക് പിഗ്മെന്റ്സ് ഇങ്ങനെ കാണും. പിന്നെന്താ? റെറ്റിനയുടെ പ്രോബ്ലം ആണ്. റെറ്റിന അട്രോഫി ഉണ്ട്. പിന്നെന്താ? അറ്റിന്യൂവേഷൻ ഉണ്ട്. ഭയങ്കര നാരോയിങ് ഓഫ് ദ ബ്ലഡ് വെസൽസ് ആണ്. ബ്ലഡ് വെസൽസ് ഒക്കെ നല്ല നാരോ ആയിട്ട് കിടക്കുന്നുണ്ടല്ലോ. പിന്നെ സിസ്റ്റോയിഡ് മാക്യുലർ എഡീമ വരാം. ഇതൊക്കെയാണ് ഫണ്ടസിൽ ചോദിച്ചാൽ എഴുതേണ്ടത്. വരച്ചും വെക്കാം. ഒരു കറുത്ത കളർ വെച്ച് ഇങ്ങനെ വരച്ച് വെച്ചാൽ മതി പിഗ്മെന്റേഷൻ. ബോൺ സ്പിക്യൂൾ കണക്കിനിരിക്കണം. അറ്റിന്യൂറ്റഡ് റെറ്റിന ആർട്ടീരിയോൾസ്, അട്രോഫി, തിന്നിങ്, ഒപ്റ്റിക് അട്രോഫി, സിസ്റ്റോയിഡ് മാക്യുലർ എഡീമ വേണമെങ്കിൽ കാണാം. വിഷ്വൽ ഫീൽഡ് ഞാൻ പറഞ്ഞു, ഒരു കുഴലിൽ കൂടെ നോക്കുന്ന പോലെ. അതെ, ഒരു കുഴലിൽ കൂടെ നോക്കുന്ന പോലെ ആയില്ലേ? ഇത്രയും ഭാഗം പോയി. ഈ കറുത്ത് കിടക്കുന്ന എല്ലാം പോയത്. അതൊന്നും കാണാൻ പറ്റില്ല. ആകെ നടുക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. കുറച്ചും കൂടെ കഴിയുമ്പോൾ അതും പോകും, കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആവും. അതെ. ഇനി അസോസിയേഷൻ കുറച്ച് സിൻഡ്രോമിന്റെ പേര് പഠിച്ചാൽ മതി. ലോറൻസ്, മൂൺ, ബിഡിൽ സിൻഡ്രോം. അതിനകത്ത് മെയിൻലി റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസയുടെ കൂടെ ഒബീസിറ്റി, മെന്റൽ ഡെഫിഷ്യൻസി, അതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ ഉഷർ സിൻഡ്രോം, റെപ്സം സിൻഡ്രോം. ഉഷറിനകത്ത് ഡെഫ്നെസ്, റെപ്സമിനകത്ത് സെറിബ്രൽ അറ്റാക്സിയ, ന്യൂറോപ്പതി. ഞാൻ ഓർത്ത് വെക്കുന്നത് URL എന്ന് കോഡ് ഇവിടെ കണ്ട, URL. അപ്പോൾ ഇത് മൂന്നും ജസ്റ്റ് ഒന്ന് പേരും അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാണപ്പെടാൻ പഠിക്കുക. ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് ഇലക്ട്രോ റെറ്റിനോഗ്രഫിയാണ്. ഇനി ട്രീറ്റ്മെന്റ് ഉണ്ടോ? ട്രീറ്റ്മെന്റ് അങ്ങനെ ഡെഫിനിറ്റീവ് ക്യൂർ ആയിട്ടില്ല. വൈറ്റമിൻ എ സ്ലോ പ്രോഗ്രഷൻ നടത്താമെന്ന് പറയുന്നു. പിന്നെ നമ്മുടെ റിഫ്രാക്റ്റീവ് എറർ വല്ലതും ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. സിസ്റ്റോയിഡ് മാക്യുലർ എഡിമ ഉണ്ടെങ്കിൽ അസെറ്റാസോളമൈഡ് കൊടുക്കാം. പിന്നെ എക്സ്പെരിമെന്റൽ ട്രയൽസിൽ കിടക്കുന്നതാണ് സ്റ്റെം സെൽ തെറാപ്പി, ജീൻ തെറാപ്പി. പിന്നെ റെറ്റിനൽ പ്രോസ്തസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം. അത് യൂട്യൂബിൽ നോക്കി അത് കാണാൻ പറ്റും. നമ്മുടെ ഒരു റോബോട്ടിക് വിഷൻ പോലെ. പിന്നെ എന്താ പറയുക, നൈറ്റ് വിഷൻ ഡിവൈസസ്, റീഹാബിലിറ്റ് ചെയ്യുക, അവർക്ക് ജനറ്റിക് കൗൺസിലിംഗ് കൊടുക്കുക. അപ്പം അത്രേ ഉള്ളൂ. താങ്ക് യു.